സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് എന്ത് സൊല്യൂഷനാണ്, എന്ത് പരിഹാരമാണ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് താങ്കളുടെ ഭാഗത്ത്? ഇപ്പോഴുള്ള പ്രശ്നമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പ്രശ്നമാണ്. സമസ്തക്കൊരു ഭരണഘടനയുണ്ട്, അതിന് ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട്. അതിൽ അംഗീകരിക്കുന്നവരാണ് അതിൽ അംഗമാവാൻ പാടുള്ളൂ. അത് എല്ലാവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് തലപ്പത്തിരിക്കുന്നവർ തന്നെ അതിന് വിരുദ്ധമായി ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ്. അത് മാറ്റിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. മുസ്ലിം ലീഗും സമസ്തയായിട്ട് വളരെ യോജിച്ചു കൊണ്ട് പോരുന്നതാണ്. അങ്ങനെയാണ് പഴയ കാലത്ത് പോന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുകയാണ് വേണ്ടത്. യോജിച്ചു കൊണ്ട് പോകണം. രണ്ടും സമുദായത്തിൻ്റെ രണ്ട് ചിറകുകളാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ട് തന്നെ പോകണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചില ഭാഗത്ത് ചില തെറ്റുകൾ ഉണ്ടായപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു എന്നല്ലാതെ തെരഞ്ഞെടുപ്പോ അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊന്നുമല്ല ഇത് ഉദ്ദേശിക്കുന്നത്. നന്നാവാൻ വേണ്ടി തന്നെ പറയുന്നതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് എവിടെയാണോ ലംഘനം നടത്തി പ്രവർത്തിക്കുന്നത് അവരത് മാറിയാൽ മതി. ഉദാഹരണം, ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വളരെ രൂക്ഷമായി സമസ്തനെ വിമർശിക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? സമസ്തയും ലീഗും ഒന്നാണ്, ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകാമെന്നല്ലാതെ അതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സമസ്തയെ നിശിതമായി വിമർശിക്കുകയും സമസ്തയുടെ പ്രസിഡന്റിനെ ഇകഴ്ത്തുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ലേ? അതുപോലെ സമസ്ത വിലക്കിയ സംഘടനകളുടെ സമസ്ത ഉണ്ടായത് തന്നെ ബിദായി പ്രസ്ഥാനം, അതായത് വഹാബി പോലെയുള്ള സംഘടനകളെ പ്രതിരോധിക്കാനാണ്. അതിൻ്റെ പരിപാടികളിൽ പോകാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതിപ്പം എല്ലാ പാർട്ടിക്കാരുടെയും അങ്ങനെയല്ലേ? ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ പരിപാടിയിൽ പോവുക, കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ പോവുക, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇങ്ങോട്ട് പോവുക ചെയ്താൽ അവരൊക്കെ പാർട്ടി നടപടി എടുക്കുന്നില്ലേ? ഇപ്പോൾ നവകേരള സദസ്സിൽ പോയ ആൾക്കാരെ കോൺഗ്രസ്സുകാർ പുറത്താക്കി, ലീഗുകാർ പുറത്താക്കി. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. സമസ്തക്ക് മാത്രമേ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പം അതിൻ്റെ എതിർ കക്ഷികളിലേക്കൊക്കെ പോകുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഇതേ ഞാൻ പറയുന്നുള്ളൂ. അത് മാറണം. വേറെ സൊല്യൂഷൻ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ വന്നാൽ, മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ വരുമ്പോഴേക്കും നിലപാടുകൾ മാറ്റുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനാണ് സമസ്തയ്ക്ക് എന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ ഉണ്ടായി. അല്ല, സെക്രട്ടറിയാണ് പറഞ്ഞത്. സലാം അങ്ങനെ പറഞ്ഞു. അതൊരു ഇകയത്തിലാണ്, വളരെ ഇകയത്തിലല്ലേ? സമസ്തയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല. ഏത് നല്ല കാര്യം ആര് ചെയ്താലും അതിനെ സഹകരിക്കുക, അനുകൂലിക്കുക എന്നുള്ളതാണ്. തങ്ങളെന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹം സമസ്തയോടൊരു എതിരൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം വളരെ സഹകരിച്ചു കൊണ്ടാണ് ആ നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യങ്ങൾ തങ്ങളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിന് അനുകൂലമായ പ്രതികരണം മുഖ്യമന്ത്രിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനെ സംബന്ധിച്ച് കളിയാക്കിയാണ് പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിനെയും ഗവൺമെൻറ്റിനെയും എതിർക്കണം എന്നുള്ള പോളിസി ലീഗിന് ഉണ്ടാവാം, പക്ഷേ അത് സമസ്തയ്ക്ക് വേണ്ടല്ലോ. അതാണ് പ്രശ്നം, വേറൊന്നുമില്ല. ഈ PMS സലാം നിരന്തരമായി സമസ്തയെ വിമർശിക്കുന്നു. അപ്പോൾ PMS സലാമിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി സമസ്തയ്ക്ക് കൂടി യോജിപ്പുള്ളൊരു ജനറൽ സെക്രട്ടറി വരണമെന്നൊരാഗ്രഹമുണ്ടോ? അതിപ്പം എല്ലാവർക്കും ഉണ്ടാവണ്ടേ? മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് ഉണ്ടാവില്ലേ ഇങ്ങനെ രൂക്ഷമായി? കാരണം മുസ്ലിം ലീഗിലെ 75-80% ആളുകളും സമസ്തക്കാരാണ്. അവരെ വെറുപ്പിക്കുന്ന പ്രവർത്തനം നടത്തുന്ന, പരസ്യമായി വിമർശിക്കുന്ന ഒരാളതിൻ്റെ സെക്രട്ടറി ആയിരുന്നാൽ അതാർക്കാ ദോഷം ചെയ്യുക? മുസ്ലിം ലീഗിന് പാർട്ടിക്കല്ലേ ദോഷം ചെയ്യുക? അത് പാർട്ടി മനസ്സിലാക്കി സമസ്ത പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്തരം ആൾക്കാരൊക്കെ മാറ്റി നിർത്തി എല്ലാവർക്കും യോജിച്ച, അപ്പം മുജാഹിദീങ്ങളായിട്ടുള്ള, നമ്മൾ പറയുന്ന വഹാബികളായിട്ടുള്ള ആൾക്കാർ സമസ്തൻ്റെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിലുണ്ട്, നേതൃസ്ഥാനത്തുമുണ്ട്. പക്ഷെ അവരൊക്കെ പക്വമായി പെരുമാറിയിരുന്നു. എന്നതിന് വ്യത്യസ്തമായിക്കൊണ്ട് ലൈൻ തെറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോഴത്തെ സെക്രട്ടറി നടത്തുന്നത്. അതാണിപ്പോൾ കഴിഞ്ഞ ദിവസം കടപ്പുറത്ത് ഒരു സമ്മേളനം നടത്തി. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ടാണ് 1,00,000 ആൾക്കാരെ നമ്മളെന്താക്കി അവിടെ ഒരുമിച്ച് കൂട്ടി 4 ദിവസം കൊണ്ട്. സമസ്തക്കാർ ഒറ്റാളി അടുപ്പിച്ചില്ല എന്നാണ് പറഞ്ഞത്. എന്തൊരു വിരോധാഭാസമാണത്? സമസ്തക്കാരല്ലേ അവിടെയുള്ള, ഇപ്പം മായനാജി, കല്ലായി പോലത്തെ ഞങ്ങൾ സമസ്തയിലുള്ള ആൾക്കാരാണ്. അതുപോലെ അതിൻ്റെ 3/4 ഭാഗവും നമ്മളാൾക്കാരല്ലേ, സമസ്തക്കാരല്ലേ. എന്നിട്ടോ പരസ്യമായിട്ട് പറയാണ് സമസ്തക്കാരും അടുപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ഭയങ്കര ഒരു സമ്മേളനം നടത്തിയത്. ലീഗുകാർ മാത്രം മതി ഈ യോഗത്തിലേക്കെന്ന് പറഞ്ഞിരുന്നു.
ലീഗുകാരെന്ന് പറഞ്ഞാൽ സമസ്തക്കാരടക്കമുള്ളവരല്ലേ ലീഗുകാർ. സമസ്തക്കാർ മാറ്റി നിർത്തിയാൽ ലീഗ് എവിടെയുള്ളത്? അതുകൊണ്ട് പിന്നെ അത്തരം വിഡ്ഢിത്തങ്ങളൊക്കെ പറയുന്ന ആളെ ഈ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ നിർത്തിയാൽ സംഘടന ക്ഷയിക്കും എന്ന് മനസ്സിലാക്കേണ്ടത് ആ പാർട്ടിയാണ്. അതിന് സമസ്ത ഒന്നും പറയേണ്ട ആവശ്യമില്ല. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി സമസ്തയുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നും സമസ്തയുടെ ഒരു പിന്തുണയും അന്തർധാരയും ഒക്കെ അദ്ദേഹത്തിന് അനുകൂലമാണെന്നും പറയപ്പെടുന്നു. രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും അതിനില്ല. സമസ്തയിൽ അദ്ദേഹം സമസ്തക്കാരനാണ് എന്നത് ശരിയാണ്. അങ്ങനെ പലരും സമസ്തക്കാരുണ്ട്, പല പാർട്ടിയുള്ളവരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ലീഗിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാ പാർട്ടിയിലുള്ളവരും സംഘടിച്ച ഒരു സംഘടനയാണ് സമസ്ത. അവർ മതവിശ്വാസവും മതപരമായ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളുമാണ് സമസ്ത കൈകാര്യം ചെയ്യുന്നത്. അതിന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അത് പൊന്നാനി സ്ഥാനാർത്ഥിയും അതിൽപ്പെട്ട ഒരാളാണ് എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാനൊന്നും ആരും പോയിട്ടില്ല. അദ്ദേഹം പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ലീഗിൽ നിന്ന് പുറത്താക്കിയതാണ്, ലീഗിൻ്റെ ഉന്നത സ്ഥാനത്തായിരുന്നു അദ്ദേഹം. അതിന് പരസ്യമായിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ ആത്മീയ നേതാവ്, സമസ്തയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്, എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് എളുപ്പം കൂട്ടിയ പ്രവൃത്തി വരെ ED അന്വേഷണമാണെന്നൊക്കെ അദ്ദേഹം പരസ്യമായി പറയുന്നു. നമ്മൾ പറയുന്നതല്ല, അവരത് പിന്നെ അദ്ദേഹം അത് പിന്നെ സംഘടനയുടെ ലീഗിൻ്റെ വേദിയിൽ തന്നെ പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണമായിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറയുന്നു. അതുപോലെ പിന്നെ ED ഒരു ദിവസം ഫുള്ളായിട്ട് ഹൈദരലി തങ്ങളെ തടവറയിലാക്കിക്കൊണ്ട് വിചാരണ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പിന്നെ എണീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നതല്ലേ. എന്നാൽ അതിനെന്തെങ്കിലും ഒരു മറുപടി, ഒരു അന്വേഷണം അല്ലെങ്കിൽ മറുപടി ജനങ്ങളോട് പറയണ്ടേ? ഈ ഒരു സുതാര്യത വരുത്തണ്ടേ? അത് വരുത്താൻ ആരും തയ്യാറാവുന്നില്ല. ഇതിവിടെ നിലനിൽക്കല്ലേ. ഇതിനൊരു സമസ്തനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നു. അത് മനസ്സിലാക്കിയ ആൾക്കാരാണല്ലോ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ളവർ. അപ്പോൾ അതവരൊക്കെ തന്നെ ഇത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ അതുണ്ടായ സാഹചര്യം ഇന്നതാണ് എന്നൊക്കെ പറയേണ്ട ഒരു സംഗതി അവർക്കുണ്ടല്ലോ, ബാധ്യത ഉണ്ടല്ലോ. അതൊന്നും ചെയ്തിട്ടില്ല. പൊന്നാനിയിലെ 2 സ്ഥാനാർത്ഥികൾ പ്രമുഖരാണ്, സമദാനിയും അതുപോലെ തന്നെ KS ഹംസയും. ഇവരുടെ ആരോടെങ്കിലും പ്രത്യേകിച്ചൊരു മമത സമസ്തയ്ക്കുണ്ടോ? ആരോടുമില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിൽക്കുന്ന ഇന്ന് നമുക്ക് വേണ്ടത് ഫാസിസത്തെ തകർക്കലാണ്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ തകർത്ത് ഇപ്പം നമ്മളെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയുണ്ട്, അത് നിലവിൽ വരണം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവിടുത്തെ ഇടതും വലുതും ഒക്കെ. ഒരു വ്യത്യാസമില്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇന്നത്തെ LDF ആണ്. നമ്മൾ നിഷ്പക്ഷമായി കാണുന്നതാണ്. ഒരു പാർട്ടി യോജിപ്പോ വിയോജിപ്പോ മനസ്സിലാക്കിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ മുന്നണിയുടെ വിജയമാണ് നമുക്ക് വേണ്ടത്. ആ മുന്നണി അധികാരത്തിൽ വന്നുകൊണ്ട് ഫാസിസം ഇവിടെ ഉണ്ടാക്കി തീർത്തിരിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, നിയമങ്ങളുണ്ട്, അതൊക്കെ തുടച്ചു മാറ്റി ഇവിടുത്തെ സമാധാന ജീവിതവും ഭരണഘടനയുടെ നിലനിൽപ്പുമൊക്കെ നിലനിർത്തണം. അതിനുള്ള യജ്ഞമാണ് എല്ലാവരും ചെയ്യേണ്ടത്. BJP വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധതയും കൂടുതൽ ശക്തമായി നിലപാട് സ്വീകരിക്കുന്നത് LDFും CPM ആണെന്നാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത് എന്താണെന്ന് ചോദിച്ചാൽ BJPയുടെ ഈ ഫാസിസത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മുസ്ലിങ്ങളാണ്, പിന്നെ ക്രിസ്ത്യാനികളാണ്, മറ്റേത് കമ്മ്യൂണിസ്റ്റാണ് എന്നവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഒരിക്കലും ഫാസിസത്തോട് സന്ധിയാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അവരുടെ നിലപാട് അതാണ്. ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഈ അഭിപ്രായം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കൂടുതൽ ശക്തമായി ഫാസിസത്തെ നേരിടുന്ന അഭിപ്രായക്കാർ കൂടുതലാണോ? അതിപ്പം നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരും വാർത്തകളും ഇതൊക്കെ വായിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമാണുള്ള ആൾക്കാർ. അവർ സമസ്തയിൽ നിന്നല്ല, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം തരുന്ന ജനാധിപത്യ വിശ്വാസികളൊക്കെ. അതിൽ സമസ്ത എന്നുള്ളൊരു പ്രത്യേക ബന്ധത്തിൻ്റെ ആവശ്യമല്ല. ഈ രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്ന കാഴ്ചപ്പാട്, ഈ രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചവരുടെ ഏറ്റവും മുമ്പന്തിയിൽ നിന്ന് പൊരുതിയത് മുസ്ലിങ്ങളാണ്. ആ കാര്യത്തിൽ സംശയമല്ല. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് മാളത്തിൽ ഒളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഷൂ നിൽക്കുകയോ ഒക്കെ ചെയ്തവരായിരുന്നു എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് രാജ്യം മോചിപ്പിച്ച് നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷം അതിനെ അലങ്കോലപ്പെടുത്തി ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് അവർ കാണുന്നത് മുസ്ലിങ്ങളെയാണ്. ഇന്നലെ മോഡിയുടെ ഒരു പ്രസംഗം കണ്ട് നമ്മളൊക്കെ കേട്ടതാണല്ലോ. മുസ്ലിങ്ങൾ ഇവിടെ രാജ്യം കൈയടക്കാൻ പോവുകയാണ്, സ്വത്തുക്കളെ കൈയടക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുള്ള വർഗീയമായിട്ടുള്ള ശക്തമായ പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നടപടികൾ വേണ്ടതല്ലേ? അതിനെതിരെ CPM ആണ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അതെ, ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് CPM ആണ്. മറ്റാൾക്കാരും ഇല്ലായല്ല. ഏതായിരുന്നാലും ആരും മാറ്റി നിർത്തേണ്ടതില്ല. നമുക്ക് ഇന്ത്യ മുന്നണി വിജയിക്കുക എന്നുള്ളതിലേക്ക് പ്രത്യേകമായിട്ട് ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹം.
ഈ കോൺഗ്രസിൽ നിന്ന് ധാരാളം ആളുകൾ BJP-യിലേക്ക് പോകുന്നുണ്ട്. അതിലൊരു ആശങ്ക സമസ്തയ്ക്കുണ്ടോ? കോൺഗ്രസ് ഒരു മതേതര സ്വഭാവമായി നിലനിൽക്കുന്നു, ലീഗ് അവരോടൊപ്പമാണ് നിൽക്കുന്നത്. അതിലൊരു ആശങ്ക സമസ്തയ്ക്കുണ്ടോ? അതിലാശങ്ക സമസ്തക്ക് മാത്രമല്ലല്ലോ, അങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞെന്ന് മനസ്സിലാവുമല്ലോ. ഇവിടെ നമുക്ക് തകർക്കേണ്ടത് ഈ ഫാസിസമാണ്. അതിനെ പിന്തുണക്കുന്ന എല്ലാവരോടും നമുക്ക് എതിർപ്പുണ്ട്. അത് പിന്നെ ആരായിരുന്നാലും ശരി, അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. വേറെ സമസ്തയ്ക്ക് രാഷ്ട്രീയമായിട്ട് അത്തരം കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതാണ് വിഷയം. സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ അഭിപ്രായമായിട്ട് തന്നെയാണോ താങ്കൾ ഇത് പറയുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിലും സമസ്തയിലെന്നല്ല ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സിലുള്ള അഭിപ്രായം തന്നെ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സഭ കൂടി തീരുമാനിച്ചിട്ടായിക്കോളണമെന്നൊന്നുമില്ല, എല്ലാവരും മനസ്സിലതുണ്ട്. സമസ്തയുടെ ഒരു പൊതു അഭിപ്രായമായിട്ട് തന്നെ രൂപപ്പെട്ടു വരേണ്ട സാധനമാണ്. എല്ലാവരുടെ അഭിപ്രായമായിരിക്കണം, അതാവാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇപ്പം മുസ്ലിം ലീഗിലെ അധ്യക്ഷൻ തന്നെ തങ്ങൾ തന്നെ പറഞ്ഞു, നമ്മൾക്കിപ്പം ഇതിനൊന്നും മറുപടി പറയാൻ നേരമില്ല, നമ്മളിപ്പം ഫാസിസത്തെ തകർക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന് അവർ പറഞ്ഞു. പിന്നെ നമ്മൾ തമ്മിലൊരു വിയോജിപ്പ് അക്കാര്യത്തിലൊന്നുമില്ല. എല്ലാവരുടെയും മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും എല്ലാവരുടെയും ലക്ഷ്യം പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BJP-യെ മാറ്റി നിർത്തൽ തന്നെയാണ് ലക്ഷ്യം എന്നതിൽ എല്ലാവരും യോജിക്കുന്നുണ്ട്. സമസ്തയിൽ അതിന് അഭിപ്രായക്കൊന്നും ഉണ്ടാവേണ്ടതില്ല. ഈ സമസ്ത ലീഗ് തർക്കം നേരത്തെ താങ്കൾ പറഞ്ഞ പ്രശ്നം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അത് എനിക്കറിയില്ല. അത് നിങ്ങളൊക്കെയാണ് പറയേണ്ടത്. നിങ്ങളെന്താ ആലോചിച്ചിട്ട് എന്താ ചെയ്തോളി. ഞാനിപ്പം നമ്മളിടയിലുള്ള വിഷയം ഇങ്ങനെ എല്ലാവരും ഒളിച്ചൊളിച്ച് പറയുന്നത് ഞാനൊന്ന് തുറന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം ഇത് മറ നീക്കി വന്നില്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവണമല്ലോ, അതേ ഉള്ളൂ, വേറൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു പരിഹരിക്കപ്പെടേണ്ട വിഷയം അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ കൂടി തുറന്നു പറയുകയാണ് ഉമർ ഫൈസി മുക്കം. ഏതായാലും ലീഗ് സമസ്ത തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ തർക്കം ഏത് വിഷയത്തിലാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി കഴിഞ്ഞു.